പ്രാർത്ഥിക്കാം. വചനത്തിൻ്റെ നിറവിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന കർത്താവേ, നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് നന്ദിയോടെ അടുത്തു വരുന്നു. ഇന്നും ഞങ്ങൾക്കൊരുമിച്ച് കൂടുന്നതിന്, പാടുന്നതിന്, പ്രാർത്ഥിക്കുന്നതിന്, തിരുവചനം ധ്യാനിക്കുന്നതിന് നീ നൽകിയ ഭാഗ്യത്തിന് സ്തുതി. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്ന സങ്കീർണതകളിൽ നിന്നെ അനുഭവിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിന് സ്തോത്രം. ഇടവകയ്ക്കായി വീണ്ടും നിന്നെ സ്തുതിക്കുന്നു. നേതൃത്വം നൽകുന്ന വൈദികരെ, കുടുംബങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു. ഞങ്ങളോടൊപ്പമായിരിക്കുന്ന പ്രിയ മാത്യുയോണച്ചനായി സ്തോത്രം. യുവജന സഖ്യത്തെ വീണ്ടും ഓർക്കുന്നു കർത്താവേ. എല്ലാ കുടുംബങ്ങളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു. കരുതണമേ. ഇന്ന് നിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വചനധ്യാനത്തിനായി അടിയങ്ങൾ ഒരുങ്ങട്ടെ കർത്താവേ. ഞങ്ങളോട് നീ സംസാരിക്കണം. പ്രതിസന്ധികളുടെ നടുവിൽ നീ തരുന്ന ജ്ഞാനത്തിലൂന്നി മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണം. വചനം അതിന് വഴികാട്ടിയാകണം. ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശമായി, വിളക്കായി ഞങ്ങളുടെ കൂടെ നീ ഉള്ളതിന് വീണ്ടും സ്തോത്രം. നിൻ്റെ വചനമുള്ളതിന് നന്ദി. അതിൽ ആശ്രയിപ്പാനിടയാക്കണമേ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പ്രാർത്ഥനയെ കേൾക്കണമേ. ആമേൻ. എത്രയും സ്നേഹവും ബഹുമാനമുള്ള അച്ഛന്മാരെ, പ്രിയപ്പെട്ട വിശ്വാസ സമൂഹമേ, ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ വീണ്ടും സ്നേഹവന്ദനം. ഇന്നും നമ്മൾക്കൊരുമിച്ച് വചനം ധ്യാനിക്കുന്നതിന്, ഒരുമിച്ച് പാടുന്നതിന്, പ്രാർത്ഥിക്കുന്നതിന് കർത്താവ് തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ഈ ഇടവകയുടെ മുൻവികാരി പ്രിയപ്പെട്ട ബാബു പി കുലത്താക്കലച്ചൻ അച്ഛൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛനും ഞാനും ഒരുമിച്ച് ഇപ്പോൾ ഒരേ സ്ഥലത്ത് പ്രവർത്തിക്കുന്നവരാണ്. ഞാൻ ഇന്നലെ ഓർപ്പിച്ചതുപോലെ ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ശ്രേയസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വൈസ് പ്രസിഡൻ്റാണ് പ്രിയപ്പെട്ട ബാബു പി കുലത്താക്കലച്ചൻ. അപ്പോൾ അച്ഛൻ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ എന്നെ വിളിച്ചു. അതിന് മുമ്പ് സംസാരിച്ചു. ഇന്നലെ വിളിച്ചപ്പോഴും നിങ്ങളോട് അച്ഛൻ്റെ പ്രാർത്ഥനകൾ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെയും പ്രാർത്ഥനകൾ നിങ്ങളോട് അറിയിക്കുന്നു. ശ്രേയസിനെക്കുറിച്ച് ഇന്നലെയും ഞാൻ നിങ്ങളോട് പറഞ്ഞതാണല്ലോ. കൂടുതൽ എന്തെങ്കിലും അതിനെക്കുറിച്ച്, എൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിലൊക്കെ സംസാരിക്കാവുന്നതാണ്. വചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഇന്ന് നമ്മളുടെ ധ്യാനത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നമ്മളിപ്പോൾ വായിച്ചു. സഭാപ്രസംഗിയുടെ പുസ്തകമാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളും 3-ാം അധ്യായവും നമ്മൾ വായിച്ചു. 1-2 വാക്യങ്ങളിലൂടെ ഞാൻ വായിക്കട്ടെ. ബുക്ക് ഓഫ് എക്ലീസിയാസ്റ്റസ് ചാപ്റ്റർ 12 വേഴ്സസ് 1 onwards. 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, ചില വാക്യങ്ങളിലൂടെ ഞാൻ വായിക്കട്ടെ. നിന്റെ യൗവനകാലത്ത് നിന്റെ സ്രഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്ക് ഇഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ട് പോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും, ബലവാന്മാർ കുനിയും, അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും. 13 മുതലുള്ള വാക്യങ്ങളിലൂടെ എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ, സന്തോഷങ്ങൾക്ക് ഒക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇത് നമ്മളെല്ലാം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നമ്മൾ കടന്നു പോകുന്ന അനുഭവങ്ങൾക്ക് എന്താണ് അർത്ഥമുള്ളത്? ഇതെങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത്? ഇത് നമ്മൾ പലപ്പോഴും പല അനുഭവങ്ങളുടെ മധ്യത്തിലും ചോദിച്ചു പോയിട്ടുള്ള കാര്യങ്ങളാണ്. വൈ ഗോഡ്? എന്തുകൊണ്ട് ദൈവമേ എന്ന ചോദ്യം. അത് ചോദിക്കാത്തവർ ആരും ഇവിടെ ഉണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. നമ്മളെല്ലാം പലപ്പോഴായി പല അനുഭവങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്തുകൊണ്ടാണ് ഞാൻ ഈ അനുഭവത്തിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരുന്നത്? വേദപുസ്തകം അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച പുസ്തകമാണ്. വേദപുസ്തകത്തെക്കുറിച്ച് പറയുന്നത്, പ്രത്യേകിച്ച് പഴയ നിയമത്തെക്കുറിച്ച് പറയുന്നൊരു വാക്ക്, ഇറ്റ് ഇസ് എ ക്രൈസിസ് ലിറ്ററേച്ചർ എന്നാണ്. ഇതൊരു പ്രതിസന്ധിയുടെ കാലത്ത് രൂപപ്പെട്ട ഒരു പുസ്തകമാണ്.
ജീവിതത്തിൻ്റെ ഇസ്രയേൽ സമൂഹം കടന്നുപോയ പല പ്രതിസന്ധികളുടെ നടുവിൽ അവർ ദൈവത്തെ എങ്ങനെ നോക്കിക്കണ്ടു, ദൈവം അവരോട് എങ്ങനെയൊക്കെ ഇടപെട്ടു എന്ന് അവർ പറയാൻ ആഗ്രഹിച്ചതാണ് വേദപുസ്തകത്തിലെ എല്ലാ ഭാഗങ്ങളും, എല്ലാ പുസ്തകങ്ങളും. പല രീതിയിലാണ് അവർ ആ അനുഭവങ്ങളെയൊക്കെ ഈ ചോദ്യങ്ങളെയൊക്കെ നേരിട്ടത്. ചില ചോദ്യങ്ങളെ അവർ കഥകളുടെ രൂപത്തിൽ നമ്മുടെ മുൻപിൽ വെച്ചു. അങ്ങനെ ഒരു കഥയാണ് ഇന്നലെ നമ്മൾ വായിച്ചത്. എന്തുകൊണ്ടാണ് എൻ്റെ യാഗം സ്വീകരിക്കാഞ്ഞത്, എന്തുകൊണ്ടാണ് എൻ്റെ അനുഭവങ്ങൾ ഇങ്ങനെയായി തീർന്നത് എന്നുള്ളത് ഒരു കഥയുടെ രൂപത്തിൽ, അവർ കയ്യിൻ്റെ കഥയുടെ രൂപത്തിൽ നമ്മുടെ മുൻപിൽ വെച്ചു. അത് വേദപുസ്തകത്തിൽ നമ്മൾ ഇന്നലെ വായിച്ചു. എന്നാൽ മറ്റ് പല രീതിയിലും ഇതേ ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പുസ്തകമാണ് സഭാപ്രസംഗി. ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെയും ഒക്കെ അർത്ഥമെന്ത് എന്ന് ചോദിക്കുന്ന ചില തത്വശാസ്ത്രപരമായ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന പുസ്തകമാണ് സഭാപ്രസംഗി. പഴയ നിയമത്തിന് എബ്രായ ഭാഷയിൽ പറയുന്ന പേര് ടനാക്ക് എന്നാണ്. തനാക്ക് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കാം. TANAK എന്നാണ് ടനാക്ക്. അത് 3 ഭാഗങ്ങളാണ്. ഈ 3 ഭാഗങ്ങളുടെയും ചുരുക്കെഴുത്താണ് ടനാക്ക് എന്ന് പറയുന്നത്. ആദ്യത്തെ 5 പുസ്തകങ്ങൾ അടങ്ങിയ ഭാഗത്തിന് പറയുന്ന പേര് ന്യായപ്രമാണം എന്നാണ്. തൂറ എന്ന് പറയും, നമ്മൾ കേട്ടിട്ടുള്ളതാണ് തൂറ. അത് 5 പുസ്തകങ്ങൾ അടങ്ങിയ ആദ്യത്തെ ഭാഗമാണ്. അതിൻ്റെ ആദ്യത്തെ അക്ഷരം T ആണ്. പഴയ നിയമത്തിലെ രണ്ടാമത്തെ ഭാഗം പ്രവചനങ്ങളാണ്. അത് നമ്മൾ ഇന്ന് പറയുന്ന ശമൂവേലിൻ്റെ പുസ്തകം, രാജാക്കന്മാരുടെ പുസ്തകം, ന്യായാധിപന്മാർ, ഇതൊക്കെ യെശയ്യാവ്, യിരെമ്യാവും അതെല്ലാം പ്രവചനങ്ങളായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഈ പുസ്തകത്തിന് നമുക്കറിയാം, പ്രവാചകൻ എന്നുള്ളത് നബി എന്ന് പറയുന്നത് പോലെ പ്രവചനങ്ങൾക്ക് പറയുന്നത് നബീവീം എന്നാണ്. അതിൻ്റെ ആരംഭമാണ് TANA. മൂന്നാമതൊരു ഭാഗമുണ്ട്, സങ്കീർത്തനങ്ങൾ, സഭാപ്രസംഗി, സദൃശ്യവാക്യം, ഉത്തമഗീതം, വിലാപങ്ങൾ, എസ്തർ, രൂത്ത്, ദാനിയേൽ ഒക്കെ അടങ്ങുന്ന മൂന്നാമത്തെ ഒരു ഭാഗം. അതിന് പറയുന്ന പേര് എഴുത്തുകൾ എന്നാണ്, റൈറ്റിങ്സ് എന്ന്. എബ്രായ ഭാഷയിൽ അതിന് കെതൂവീം എന്ന് പറയും. കെതൂവീം അതിൻ്റെ K ആണ്. TNK അതൊരുമിച്ച് ചേർത്താണ് ടനാഖ് എന്നവർ പറയുന്നത്. തോറ, നബീവീം, കെതൂവീം. അതിന് മൂന്നാമത്തെ ഭാഗത്തിൽ അടങ്ങിയ ഒരു പുസ്തകമാണ് നമ്മളിന്ന് വായിച്ച സഭാപ്രസംഗി. ഈ മൂന്നാമത്തെ ഭാഗത്തിൻ്റെ പ്രത്യേകതകൾ, മനോഹരമായ പാട്ടുകളുണ്ട് അതിനകത്ത്. ഉത്തമഗീതം, ഉത്തമമായ ഗീതം, സോങ് ഓഫ് സോങ്സ്. വിലാപങ്ങൾ, മനോഹരമായ പാട്ടുകളാണ്. നാളെ വിലാപങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. നല്ല കഥകളുണ്ട്. രൂത്തും എസ്തേറും ഒക്കെ അടങ്ങിയ ബ്യൂട്ടിഫുൾ ഷോർട്ട് സ്റ്റോറീസ് ആർ ദേർ. ജീവിതത്തിൻ്റെ ഓരോ ദൈനംദിന അനുഭവങ്ങളെ കണക്കാക്കുന്ന, അതിനെക്കുറിച്ച് ചോദിക്കുന്ന, ആ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന സദൃശ്യവാക്യങ്ങളുണ്ട്, സഭാപ്രസംഗിയുണ്ട്. എന്തുകൊണ്ട് മനുഷ്യൻ കഷ്ടത അനുഭവിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന യോബിൻ്റെ പുസ്തകമുണ്ട്. ഇതെല്ലാം ഈ ഭാഗത്തിൻ്റെ പ്രത്യേകതയാണ്. ആരാധനാഗീതമായ സങ്കീർത്തനങ്ങളുണ്ട്. അതെല്ലാം ഈ ഭാഗത്തിൻ്റെ പ്രത്യേകതകളാണ്. അതിലെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് സഭാപ്രസംഗിയുടെ പുസ്തകം. നമ്മളത് കുറേയൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കാം. 3-ാം അധ്യായം എല്ലാറ്റിനും ഒരു കാലമുണ്ട് എന്ന് വായിക്കുന്നത് മിക്കവാറും മരണവീട്ടിലാണ്. ഞാൻ ഇതാദ്യമായിട്ട് ഈ ഭാഗം കേട്ടത് മരണവീട്ടിൽ വായിക്കുമ്പോഴാണ്. എല്ലാറ്റിനും ഒരു കാലമുണ്ട്. കരവാൻ ഒരു കാലം, ചിരിപ്പാൻ ഒരു കാലം, ജനിപ്പാൻ ഒരു കാലം, മരിപ്പാൻ ഒരു കാലം എന്ന് പറയുന്ന ഈ ഭാഗം ഞാൻ ആദ്യം കേട്ടത്, ഇത് കേൾക്കാൻ ഒരു രസമുള്ളത് കൊണ്ട് ഞാനൊന്ന് ശ്രദ്ധിച്ച് കേട്ടതാണ്. കാരണം ഓരോന്നിനും കാലമുണ്ട് എന്ന് പറയുമ്പോൾ ഒരു കേൾക്കാനൊരു രസമുണ്ട്. അതാണ് ഞാൻ എൻ്റെ കൊച്ചുനാളിൽ ആദ്യം ഇത് കേട്ടത് ഒരു മരണവീട്ടിൽ വായിക്കുമ്പോഴാണ്. പിന്നീടൊന്നും ഇത് കേട്ടിട്ടില്ല അങ്ങനെ. എന്നാൽ എനിക്ക് ഈ പുസ്തകങ്ങളോട് കുറച്ചുകൂടെ താല്പര്യമുള്ളതുകൊണ്ട് എൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ പുസ്തകങ്ങളൊക്കെയാണ് പഠിക്കാൻ ആഗ്രഹിച്ചത്. ഉത്തമഗീതവും വിലാപങ്ങളും ദാനിയേലും ഒക്കെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും മനോഹരമായി എനിക്ക് തോന്നിയ ഒരു പുസ്തകം തന്നെയാണ് ഈ സഭാപ്രസംഗി. മനുഷ്യജീവിതത്തിൻ്റെ പച്ചയായ അനുഭവങ്ങളെ പച്ചയ്ക്ക് പറയുന്ന പുസ്തകമാണ് സഭാപ്രസംഗി. വേദപുസ്തകത്തിൽ ഇത്ര നെഗറ്റീവായൊരു പുസ്തകം വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല, അല്ലേ? നിങ്ങൾ വായിച്ചിട്ടില്ലേ? മായ സകലവും മായ, വാനിറ്റി എവറിത്തിങ് ഈസ് വാനിറ്റി, ദർ ഇസ് നോ മീനിങ് ഇൻ ഇറ്റ്. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ഇതിനൊരു അർത്ഥമുണ്ടോ എന്ന് ചോദിക്കുന്നൊരു പുസ്തകമാണ്. നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ജീവിതത്തിൽ ഇങ്ങനെ ചോദിക്കാൻ? വാട്ട് ഇസ് ദ മീനിങ് ഇൻ ഇറ്റ്? എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്താണ് ഞാൻ കടന്നു പോകുന്ന ജീവിതാനുഭവങ്ങളുടെ അർത്ഥം? ഇതിനെന്തേലും അർത്ഥമുണ്ടോ? നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട്. കാലത്തെക്കുറിച്ച് പറയുന്ന ഒരു പുസ്തകം കൂടിയാണിത്. കാലം, എല്ലാത്തിനും ഒരു കാലമുണ്ട് എന്ന് പറയുന്ന പുസ്തകം. കാലത്തിന് 2 പ്രത്യേകതകളുണ്ട് എന്നാണ് പറയുന്നത്. ഒന്ന്, അതിനൊരു തിരിച്ചുവരവില്ല.
ഇല്ലേ? നമ്മൾ പറയത്തില്ലേ, പോയി കഴിഞ്ഞാൽ പോയി, പിന്നെ അതിനൊരു ഇറ്റ് വിൽ നോട്ട് കം ബാക്ക്. ടൈം ആൻഡ് ടൈഡ് വിൽ നോട്ട് വെയിറ്റ് ഫോർ എ മാൻ എന്ന് പറയുന്നത് പോലെ ഇത് പിന്നെ തിരിച്ചു വരാൻ തിരിച്ചു വരത്തില്ല. 2, കാലത്തിൻ്റെ വഴി ആർക്കും പ്രവചിപ്പാൻ സാധിക്കുകയില്ല. പിന്നെ സാധിക്കുമോ? അത് എങ്ങനെയായിരിക്കും എന്ന് പറയാനൊക്കുമോ നമുക്ക്? അതും പറയാനൊക്കാത്തില്ല. തിരിച്ചു വരാനൊക്കാത്തത് കൊണ്ട് ഒരു വൃദ്ധനും യുവാവായിട്ടില്ല. ഒരു മരവും വിത്ത് ആയി പിന്നെ അതിൽ നിന്ന് വിത്തുണ്ടായേക്കാം, പക്ഷെ മരം വിത്തായിട്ടില്ല. ഒരു വൃദ്ധ ആളും പിന്നെ യുവാവായി വന്നിട്ടില്ല. എന്നാൽ അതിന് പ്രതിവിധി ദൈവം തന്നെ വന്നിട്ടുണ്ട്. മരം വിത്താകാൻ ഒക്കില്ലെങ്കിലും മരത്തിൽ നിന്ന് വിത്തുകൾ ഉണ്ടാകും. വൃദ്ധന് യുവാവാകാൻ ഒത്തില്ലെങ്കിലും വൃദ്ധയ്ക്ക് യുവതിയാകാൻ ഒത്തില്ലെങ്കിലും അവരിൽ നിന്ന് അനേക യുവാക്കളും യുവതികളും ഉണ്ടായി വരും. കാരണം കാലത്തിൻ്റെ ക്രമം മാറ്റാൻ നമുക്ക് സാധിക്കുകയില്ല. ഈ യേശുവിനുണ്ടായ ആദ്യത്തെ പരീക്ഷ എന്താണ്? കല്ല് അപ്പമായി തീരുക എന്ന പരീക്ഷയാണ്. കല്ല് അപ്പമായി തീരാൻ സാധിക്കുമോ? ബോബി ജോസ് കട്ടിക്കാടച്ചൻ്റെ മനോഹരമായൊരു ചിന്ത ഇതിനെക്കുറിച്ച് പറയുന്നത്, കല്ല് അപ്പമായി തീരും, അതിനൊരു സമയമുണ്ട്. ഈ കല്ല് പൊടിയണം, ഈ കല്ല് പൊടിഞ്ഞത് മണ്ണാകണം, ഈ മണ്ണിൽ വിത്തെറിയണം, ആ വിത്ത് മുളച്ചു വരണം, മുളച്ചു വന്ന വിത്തിൽ നിന്ന് ധാന്യം കിട്ടണം, ആ ധാന്യം നമ്മൾ കൊയ്തെടുത്ത് വീണ്ടും അതിനെ ഒരു ഫ്ലോറായി അല്ലെങ്കിൽ അതിനെ പൊടിയായി മാറണം, അതിനെ അപ്പമാക്കി മാറ്റണം. കല്ലും അപ്പമായി മാറും. എപ്പോഴാണ്? അതിനൊരു കാലമുണ്ട്, കാത്തിരിക്കാനാണ്. അപ്പോൾ കാലത്തിന് വേണ്ടി കാത്തിരുന്നേ മതിയാകുകയുള്ളൂ എന്ന് പറയുന്ന ഒരു പുസ്തകം കൂടിയാണ് ഈ സഭാപ്രസംഗി. നിരാശയോടെ ആരംഭിക്കുന്ന പുസ്തകമാണെങ്കിലും അവസാനിക്കുമ്പോൾ അത് പ്രതീക്ഷയോടെയാണ്. സകലത്തിൻ്റെയും സാരം കേൾക്കുക, എല്ലാത്തിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തോട് ചേർന്ന് അതിനെ നേരിടുക എന്ന് പറയുന്ന ഭാഗമാണ്. തുടങ്ങുന്നത് നിരാശയിലാണ്. എന്നാൽ വായിച്ചാൽ നിരാശയുടെ ഒരു പുസ്തകമായി നമുക്ക് തോന്നാം. എന്താണ് ഇതിനൊക്കെ അർത്ഥമുണ്ടോ എന്ന് തോന്നിയേക്കാം. നിരാശയുടെ ശബ്ദമാണ്, അതേ സമയത്ത് പ്രത്യാശയുടെ കിരണമാണ്. തുടങ്ങുന്നത് എങ്ങനെയാണ്? സകലവും മായ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങും. അവസാനിക്കുന്നത് എങ്ങനെയാണ്? എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുന്നു. ഇടയ്ക്ക് വെച്ച് പറയും, തിന്ന് കുടിച്ച് സുഖം അനുഭവിക്കുന്നതല്ലാതെ വേറൊരു നന്മയും ഇല്ല എന്ന് പറയും. അല്ലേ? എന്താ കഷ്ടപ്പെട്ടിട്ട് കാര്യം? തിന്നുക, കുടിക്കുക, സുഖം അനുഭവിക്കുക, അതാണ് ഏറ്റവും വലിയ നന്മ. 2-ാം അധ്യായത്തിലാണ് പറയുന്നത്. എന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയും, നല്ലതും തീയതും ന്യായവിസ്താരത്തിലേക്ക് വരുത്തുന്നൊരു ദൈവമുണ്ട് എന്നും പറയുന്നത് ഇതേ പുസ്തകമാണ്. വേറൊരിടത്ത് പറയുന്നു, ദ്രവ്യമോ സകലത്തിനും ഉതകും. 10-ാം അധ്യായത്തിലാണ്. മണി മീറ്റ്സ് എവറിത്തിങ്, പണം മതി എല്ലാത്തിനും എന്ന് പറയുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ 5-ാം അധ്യായത്തിൽ പറയുന്നു, ദ്രവ്യപ്രിയന് ദ്രവ്യം കിട്ടിയിട്ടും ഐശ്വര്യപ്രിയന് ഐശ്വര്യം കിട്ടിയിട്ടും ആദായം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല. അതിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? എന്തുകൊണ്ടാണ് ഒരേ പുസ്തകത്തിൽ ഇങ്ങനെ 2 രീതിയിൽ പറയുന്നത്? പണം എല്ലാത്തിനും മതിയായെന്ന് പറയുന്നു, അപ്പുറത്ത് പറയുന്നു അത് കിട്ടിയാൽ ഒരാൾക്കും അതിനോട് സംതൃപ്തി ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നു. തിന്നു കുടിച്ച് ആനന്ദിച്ചോളാൻ പറയുന്നു, അതാണ് ഏറ്റവും വലിയ നന്മ എന്ന് ഒരിടത്ത് പറയുന്നു. എന്നാൽ ഇപ്പുറത്ത് പറയുന്നു ഇതെല്ലാം ന്യായവിസ്താരത്തിൽ വരുത്തുന്നൊരു കാലമുണ്ട് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നേ? അതാണ് ജീവിതം, അല്ലേ? എപ്പോഴും എല്ലായ്പ്പോഴും നമുക്ക് ഒരേപോലെ ചിന്തിക്കാൻ സാധിക്കൂ? എല്ലായ്പ്പോഴും യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് സകലത്തെയും എന്തും വന്നോട്ടെ വിശ്വാസത്തിന്റെ തികവോടെ ഞാൻ കാണും, ഞാൻ അതിനെ വിശ്വാസത്തിന്റെ ഉറപ്പിൽ നേരിടും എന്ന് പറയാൻ എത്ര ആർക്കാ ഒക്കുന്നേ? ചോദ്യം ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ ദൈവത്തോട്? ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ദൈവമേ നീ നീതിമാനാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? നീ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ചോദിച്ചിട്ടുണ്ടോ? ഉണ്ട്, ചോദിച്ചയാളുണ്ട്. വേദപുസ്തകത്തിൽ ഇയ്യോബാണ്. നമ്മൾ പറയും ഇയ്യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇയ്യോബിൻ്റെ പുസ്തകത്തെക്കുറിച്ച് ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നൊരു വാക്യമാണ്, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. ഇയ്യോബ് എന്തേലും ചോദ്യം ചെയ്തോ? എന്തായിരുന്നു ഇയ്യോബ് ഈ സാത്താനും ദൈവവും തമ്മിലുള്ള ബെറ്റ് വെക്കുന്നേ? നീ ഒന്ന് തൊട്ടേ, ഇയ്യോബിനെ ഒന്ന് തൊട്ട് ഇതെല്ലാം എടുത്ത് മാറ്റേ, അവൻ നിന്റെ മുഖത്ത് നോക്കി നിന്നെ ശപിക്കും. ഇയ്യോബ് ശപിച്ചോ ഇല്ലയോ? യോബിന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം തുറക്കുമ്പോഴേ 3-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ജോബ് ഓപ്പൺഡ് ഹിസ് മൗത്ത് ആൻഡ് കഴ്സ്ഡ്. യോബ് വായ് തുറന്നു, തന്റെ ജന്മദിവസത്തെ ശപിച്ചു. അപ്പൊ യോബ് ശപിച്ചു. അപ്പൊ ആരാ ജയിച്ചത്? ദൈവോ സാത്താനോ? അതേ യോബ് ചിലടത്ത് പറയുന്നുണ്ട്, ദൈവമേ നീ നീതിമാനാണോ? നീ ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്തത് നീതിയാണോ? ഞാൻ നീതിമാനായി നിന്നിട്ടും എന്നെ ഈ അനുഭവത്തിലൂടെ കടത്തിക്കൊണ്ടു പോകുന്നത് നീ നീതിമാനാണോ? ആർ യു എ ജസ്റ്റ് ഗോഡ്? ഇയ്യോബ് ചോദിക്കുന്ന ചോദ്യമാണ്. പല ചോദ്യങ്ങളുണ്ട്, പോട്ടെ. അപ്പോൾ അതേ ഇയ്യോബ് തന്നെ എന്നാൽ പറയുന്നുണ്ട്,
എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിട്ട് 19-ാം അധ്യായത്തിലാണ്. 19-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ യോബ് പറയും, മൈ റെഡീമർ ലിവ്സ് ആൻഡ് ഐ വിൽ സീ ഹിം, ഞാൻ അവനെ കാണും, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും എന്ന് പറയുന്നുണ്ട്. ഒരേ യോബാണ് ഇത് രണ്ടും പറയുന്നത്. ഒരേ സഭാപ്രസംഗിയാണ് ഇത് രണ്ടും പറയുന്നത്. അതെന്താ അങ്ങനെ? അങ്ങനെ മനുഷ്യനാകാൻ ഒക്കുകയുള്ളൂ അല്ലേ? ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ മുൻപിലേക്ക് ഇങ്ങനെ ആഞ്ഞടിക്കുമ്പോൾ, ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തത്, നമ്മൾ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്തത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്കിങ്ങനെ ആകാനേ പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് ദൈവത്തെ ചോദ്യം ചെയ്യാൻ അവകാശമുണ്ടോ? ഡു യു ഹാവ് എ റൈറ്റ് ടു റെസിൽ വിത്ത് ഗോഡ്? ഉണ്ടോ? യെസ്, ഓഫ് കോഴ്സ്. തീർച്ചയായിട്ടും ദൈവത്തോട് മല്ലു പിടിക്കാൻ, ദൈവത്തോട് ചോദ്യം ചോദിക്കാൻ അവകാശമുണ്ട്. ഒരിക്കൽ നാട്ടിൽ ഞാനൊരു മരണ വീട്ടിൽ പോയി. മരണം എന്ന് പറയുന്നത് ഒരു യുവാവിൻ്റെ മരണമാണ്. യുവാവ് വളരെ പെട്ടെന്ന് ആക്സിഡൻ്റലായി മരിച്ചതാണ്. ഭാര്യയുണ്ട്, 3 കൊച്ചു മക്കൾ. ഞാനും എന്നോടൊപ്പം ഒരു ഇവാഞ്ചലിസ്റ്റ്, ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ പോയത്. ചെന്നപ്പോൾ ഈ ഇവിടുത്തെ അവരുടെ ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, പിതാവ്, പ്രായമായ മാതാവും പിതാവും ഉണ്ട്. അപ്പോൾ എൻ്റെ കൂടെ വന്ന ആൾ പറഞ്ഞു, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല ചായ എന്ന് പറഞ്ഞു. ഈ പിതാവ് പൊട്ടിത്തെറിച്ചു. ഇതെന്തൊരു ദൈവമാണ്? ഇങ്ങനെ ഒരു ദൈവമുണ്ടോ? നോക്കിയേ, ഈ കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് ഇത് നീതിമാനായ ദൈവമാണോ? എന്നിട്ട് ഉടനെ പറഞ്ഞു, അയ്യോ അച്ഛാ, ഞാൻ അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ പറഞ്ഞു പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞൊരു കുഴപ്പമില്ല, പറയാൻ ഒക്കുമോ? തീർച്ചയായിട്ടും പറയാൻ അവകാശം നമുക്ക് ഉണ്ട് എന്ന് തന്നെയാണ്. ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ വരുമ്പോൾ അത് പറയാൻ നമുക്ക് അവകാശമുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മുടെ പ്രശ്നം, നമ്മൾ ഈ അനുഭവങ്ങളൊക്കെ വരുമ്പോൾ ഒന്നും പറയാൻ പാടില്ല എന്ന അങ്ങനെയല്ല. ദൈവം നമ്മെ അടിക്കും അല്ലേ? നമ്മുടെ ഈ കൊച്ചിൻ നാളിൽ എൻ്റെ മനസ്സിൽ, ഞാൻ ഒരു ഗവൺമെൻറ് LP സ്കൂളിലാണ് പഠിച്ചത്, 1 മുതൽ 4 വരെ. അവിടുത്തെ എൻ്റെ ഹെഡ് മാസ്റ്ററിൻ്റെ പേര് മോഹനംപിള്ള സാർ എന്നായിരുന്നു. ഈ മോഹനംപിള്ള സാറിനൊരു പ്രശ്നമുണ്ട്. ഈ കൊച്ച് 1 മുതൽ 4 വരെ പഠിക്കുമ്പം എവിടെയെങ്കിലും സംസാരിക്കുകയോ ബഹളമൊക്കെ ഉണ്ടായാൽ പുറകേക്കളൊന്ന് അടിക്കും. അപ്പോൾ അടി വീഴുമ്പോഴേ അറിയത്തുള്ളൂ ഈ സാറ് കണ്ടിട്ടുണ്ടെന്നുള്ളത്. ഈ പണ്ട് കാലത്തെ കൊച്ചുനാളിൽ ദൈവം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഈ മോഹനംപിള്ള സാറിൻ്റെ മുഖമാണ് വരുന്നത്. കാരണം എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, യേശുവപ്പച്ചൻ അടിക്കും. അങ്ങനെയൊന്നും പറയാൻ പാടില്ല, യേശുവപ്പച്ചൻ അടിക്കും. യേശുവപ്പച്ചൻ അടിക്കുന്ന ആളാ, പുറകേക്കളൊന്ന് അടിക്കുന്ന ആളാ, ഒന്നും പറയാൻ പാടില്ല. ജീവിതത്തിൻ്റെ അനുഭവങ്ങളൊക്കെ വരുമ്പോൾ ഒന്നും പറയാൻ പാടില്ല, യേശുവപ്പച്ചൻ നിന്നെ അടിക്കുന്ന ആളാ. അല്ലെന്നേ, അങ്ങനെയൊന്നും അല്ല. ദൈവം നമ്മെ അങ്ങനെ പുറകെ വന്ന് നീ ഇത് പറയോ, ആഹാ നീ അങ്ങനെ പറഞ്ഞോ, എന്നാൽ നിനക്കിട്ട് 2 എണ്ണം തരാം എന്ന് പറയുന്ന ആളല്ല ദൈവം. പറയാൻ സ്വാതന്ത്ര്യമുള്ള തന്നിരിക്കുന്ന ആളാണ്. ചോദിക്കാം നിങ്ങൾക്ക്. ഈ ആലയത്തിൽ വന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായി വന്ന് ഈ വിശുദ്ധ മദ്ബഹായുടെ മുൻപോട്ട് മടക്കുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ അവകാശമുണ്ട്. ദൈവമേ, നീ എന്നെ കടത്തിക്കൊണ്ടുപോകുന്ന ഈ അനുഭവങ്ങൾ ശരിയാണോ? ഇതെനിക്ക് തരാൻ പാടുണ്ടായിരുന്നുള്ളോ? ചോദിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. ഈ സഭാപ്രസംഗി അങ്ങനെ ചോദിച്ച ആളാണ്. വാട്ട് ആർ ദ മീനിങ്സ് ഓഫ് മൈ എക്സ്പീരിയൻസസ്? എൻ്റെ അനുഭവങ്ങളുടെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചതാണ്. 2-3 ചിന്തകൾ ഇതിലൂടെ പറഞ്ഞ് നിർത്താമെന്ന് ആഗ്രഹിക്കും. ഒന്ന്, സംതൃപ്തിയുടെ ഒരു ജീവിതം നയിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണിത്. ലിവിങ് വിത്ത് കണ്ടന്റ്മെന്റ് ഇൻ ദ ഏജ് ഓഫ് അക്യുമുലേഷൻ. കൂട്ടിവെക്കുന്ന ലോകത്തിൽ സംതൃപ്തിയോടെ ജീവിക്കാൻ സാധിക്കണം. സഭാപ്രസംഗി എഴുതിയ കാലത്തെക്കുറിച്ച് പഠിക്കേണ്ട അത്യാവശ്യമാണ്. ഇത് ഏത് കാലത്താണ് സഭാപ്രസംഗി എഴുതിയത്? സഭാപ്രസംഗിയുടെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ ഇത് എഴുതിയ ഒരു കാലം, സമയം പഠിക്കണം. ഈ സഭാപ്രസംഗി എഴുതിയത് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട കാലത്തിലാണ്. പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ, ഇസ്രായേലിന്റെ ചരിത്രം പഠിച്ചാൽ ഈ പ്രവാസം എന്നൊരു അനുഭവമുണ്ട്. ബാബിലോണിലേക്ക് അവരെ നെബൂഖദ്നേസർ രാജാവ് 70 വർഷം പ്രവാസികളായി പിടിച്ചു കൊണ്ടുപോയ കാലം. ഈ 70 വർഷം കഴിഞ്ഞതിന് ശേഷം പേർഷ്യൻ രാജാവായ കോരശ് വന്ന് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കും, മടങ്ങിപ്പൊക്കൊള്ളാൻ പറയും. എന്നാൽ അത്ര വലിയ സ്വാതന്ത്ര്യമൊന്നും അല്ല. മടങ്ങിപ്പോയി നിങ്ങളുടെ നാട്ടിൽ പോയി ദേവാലയം ഉണ്ടാക്കി അവിടെ ജീവിച്ചോളാൻ പറയും. പക്ഷേ നിങ്ങൾ അവിടെ പോയി കഷ്ടപ്പെടണം, അവിടെ ജോലി ചെയ്യണം. ജോലി ചെയ്ത് ഈ പേർഷ്യൻ സാമ്രാജ്യത്തിന്, അന്നത്തെ കോരശ് രാജാവിന് കപ്പം കൊടുക്കണം. അതായിരുന്നു അന്നത്തെ ആ ഒരു സ്വാതന്ത്ര്യം കൊടുത്തത്. എന്നാൽ ആ കാലത്തിനൊരു വലിയ പ്രത്യേകത ഉണ്ടായിരുന്നു. ആ കാലത്തിലാണ് മൊണേറ്റ് അല്ലെങ്കിൽ ഈ പണം അച്ചടിക്കപ്പെട്ടത്, പണം ഉണ്ടാക്കിയത്. അന്നത്തെ സാമ്പത്തിക ശാസ്ത്രം ഒരു വ്യത്യസ്തമാണ്. അതുവരെ ഇസ്രയേലിന്റെ സാമ്പത്തിക ശാസ്ത്രം എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ സ്കൂളിൽ പഠിച്ച ബാർട്ടർ സിസ്റ്റം ആയിരുന്നു.
അതായത് നമുക്കൊരാവശ്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് നമ്മുടെ അധികമുള്ളത് അങ്ങോട്ട്. എൻ്റെ വീട്ടിൽ ചക്കയാണ്, അടുത്ത വീട്ടിൽ തേങ്ങയാണെങ്കിൽ ഞാൻ ചക്ക കൊടുത്ത് തേങ്ങ വാങ്ങിക്കും. അപ്പോൾ ആവശ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടുന്നതായിരുന്നു. ഈ പങ്കിടുന്ന കാലത്തിൻ്റെ പ്രത്യേകത അവിടെ കൂട്ടിവെക്കത്തില്ല. എൻ്റെ അധികം വരുന്നത് ഞാൻ എൻ്റെ അയൽക്കാരന് കൊടുത്ത് അവൻ്റെ അധികം വന്നത് ഞാൻ സ്വീകരിക്കും. അവിടെ ഒരു പങ്കിടലുണ്ട്. എന്നാൽ ഈ കോരശ് രാജാവിൻ്റെ നേതൃത്വത്തിലുള്ള അവരുടെ സാമ്രാജ്യം വന്നപ്പോൾ അവിടെ അവർ പണം ഉപയോഗിക്കാൻ തുടങ്ങി, കൃഷി പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. കൃഷി പ്രോത്സാഹിപ്പിച്ച് പണം കൂടി വന്നപ്പോൾ ഈ പണത്തിനൊരു പ്രാധാന്യം കൂടി. അങ്ങനെ പണം കണ്ടുപിടിച്ചപ്പോൾ അപ്പോഴാണ് അവർ പണം കൂട്ടിവെക്കുക. ഈ കൃഷി അതിൽ നിന്ന് കൂടുതൽ സമ്പത്ത് വന്നപ്പോൾ അത് പിന്നെ കൂട്ടിവെക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെയാണ് ഈ പണം കണ്ടുപിടിച്ചത്. ആ വ്യാപാരവും നികുതി അടയ്ക്കലും ഒക്കെ വന്ന് പണത്തിന് വലിയ പ്രാധാന്യം വന്നു. അവരിങ്ങനെ ഒരു കൂട്ടിവെക്കാൻ തുടങ്ങി. ആ കൂട്ടിവെക്കുന്ന കാലത്തിലാണ് സഭാപ്രസംഗം എഴുതിയത്, ഇതിനൊന്നും വലിയ അർത്ഥമില്ല, ഹാ മായ മായ സകലവും മായ എന്ന് എഴുതുന്നത് എന്ന് പറയുന്നത് ഈ കാലത്തിലാണ്. നമുക്കറിയാം ഇത് എഴുതിയത് ആരാണെന്നാണ് നമ്മുടെ ചിന്ത, ശലോമോൻ രാജാവാണെന്നാണ് പറയുന്നത്. എന്നാൽ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, അങ്ങനെ ശലോമോൻ ഇത് എഴുതാൻ പറ്റുമോ? കാരണം ശലോമോന്റെ സമൃദ്ധിയെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. ധാരാളം സ്വത്തുവകകൾ, ധാരാളം സ്വർണവും വലിയ ആഡംബരങ്ങളുമുള്ള ശലോമോൻ രാജാവിന് എങ്ങനെ പറയാൻ ഒക്കും ഹാ മായ മായ എന്ന്? അല്ല, ഇത്രയും കൂട്ടിവെച്ച ശലോമോന് പറയാൻ ഒക്കുമോ എല്ലാം മായയാണെന്ന് എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്നാൽ ചില ആളുകൾ പറയുന്നത് അതല്ല, ശലോമോന് മാത്രമേ അത് പറയാൻ ഒക്കുകയുള്ളൂ. കാരണം ഇത്രയും കൂട്ടിവെച്ചതിന് ശേഷവും അതുകൊണ്ടൊരു അർത്ഥമില്ല എന്ന് മനസ്സിലാകിയത് ആർക്കാണ്? ശലോമോനാണ്. അതുകൊണ്ട് ശലോമോൻ തന്നെ ആയിരിക്കാം ഇത് എഴുതിയത് എന്ന് പറയുന്നവരുമുണ്ട്. ആര് തന്നെ ആയാലും ഇത് എഴുതിയ കാലത്തിൻ്റെ വലിയ പ്രത്യേകതയാണ് ഈ കൂട്ടിവെച്ചിരിക്കുന്ന ഈ അനുഭവങ്ങളൊക്കെ ഇതെല്ലാം മായയാണ് എന്ന് പഠിപ്പിക്കുന്ന അനുഭവം, ഒരു ചിന്തയാണിത്. കൂട്ടിവെക്കലുകളല്ല, സംതൃപ്തിയാണ് ജീവിതത്തിൻ്റെ ആവശ്യമെന്ന് പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് സഭാപ്രസംഗി. ആദ്യം തൊട്ട് അതാണ് പറഞ്ഞു വെക്കുന്നത്. സംതൃപ്തി ഇല്ലാതെ കൂട്ടിവെക്കലുകളാണ് നമ്മെ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്. കർത്താവ് യേശുക്രിസ്തു പറയുന്നു, ഈ വയലിലെ താമരയെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. പറവകളെ നോക്കുവിൻ, നടക്കുന്ന കാര്യമല്ലോ ആണോ? പറവയെ നോക്കുക, അവ കൂട്ടിവെക്കുന്നില്ല, പറവയ്ക്ക് ഇങ്ങണം എന്ന് പറയുന്നു. അതൊരു പക്ഷേ നയമാൻ അവിടെ എലീശ അടുക്കൽ വരുമ്പോൾ അത് വേദപുസ്തകം ഇങ്ങനെയാണ് പറയുന്നത്, അവൻ ധാരാളം കുതിരകൊണ്ടും വലിയ ഈ സമ്പത്ത് കൊണ്ടും സ്വർണം കൊണ്ടും ഒക്കെ നേടിയ അധികാരവും സമ്പത്തും കൊണ്ടെല്ലാം എലീശ അടുക്കൽ വരും അല്ലേ? അങ്ങനെയാണ് പറയുന്നത്. അവൻ രഥങ്ങളും കുതിരകളും സ്വർണവും ഒക്കെ ആയി വരുമ്പോൾ എലീശ അതൊന്നും നോക്കാതെ പറയും, ഗോ ആൻഡ് ടേക്ക് റെസ്റ്റ് ഇൻ ദ റിവർ. ഇപ്പോൾ 7 പ്രാവശ്യം, ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യമല്ല, 7 പ്രാവശ്യം. ഒരുപക്ഷെ നയമാനോട് ഈ എലീശ പറയുന്നത്, നീ ഇത്രയും നാൾ കൊണ്ടു നടന്നതൊക്കെ നിന്റെ ചിന്ത മുഴുവൻ ഇതിനായിരുന്നു, ഈ രഥവും കുതിരയും യുദ്ധവും സ്വർണവും ഒക്കെ ആണെങ്കിൽ പോയി നദിയിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ, ടേക്ക് റെസ്റ്റ് അല്ലേ, അവിടെ പോയി ഒന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആ 7 പ്രാവശ്യം മുങ്ങി നിവർന്നപ്പോൾ ഈ നയമാൻ പുതിയ ആളായിട്ട് മാറി. വെൻ ഹി ടുക്ക് റെസ്റ്റ് ഇൻ ദ റിവർ ഹി ബിക്കേം എ ന്യൂ മാൻ. ഒരു പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെട്ടു. ജീവിതത്തിൽ നമുക്കും ഉണ്ടാകേണ്ടത്, ഗോ ആൻഡ് ടേക്ക് റെസ്റ്റ് ഇൻ ദ റിവർ. If you can take rest in the river, you can lead a content life. ഒരു സംതൃപ്തമായ ജീവിതം നയിക്കാൻ ഒക്കും. പ്രതിസന്ധികളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങൾ ഒരു അല്പസമയം ടേക്ക് എ റിട്രീറ്റ്, കുറച്ച് സമയം ഒന്ന് എടുത്തേ, ഒരു റിട്രീറ്റ് എടുത്തേ. മുന്നിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അവിടെ കിടക്കട്ടെ, കുറച്ച് റിട്രീറ്റ് എടുക്കാൻ നോക്കണം. ഈ അബുദാബിയിലെ എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ അവിടെ ഇരിക്കട്ടെ, ടേക്ക് റെസ്റ്റ്, ടേക്ക് സാബത്ത്, ഒരല്പം റിട്രീറ്റ് എടുത്തു. തീർച്ചയായും മുന്നോട്ട് പോകാൻ നിങ്ങൾക്കൊരു വഴി ദൈവം തുറന്നു തരും, ഒരു സംശയമില്ല. ശബത്ത് അതിൻ്റെ ഒരു വലിയ അനുഭവമാണ്. ടേക്ക് റെസ്റ്റ്, മുന്നോട്ട് പോട്ടെ. 2, ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന രണ്ടാമത് വായിച്ച കാലത്തിൻ്റെ അടയാളങ്ങളെ കുറിച്ചാണ്. എല്ലാത്തിനും ഒരു കാലമുണ്ട്, ടൈം ഫോർ എവറിത്തിങ് എന്ന് പറയുന്നു. ഇത് ഒത്തിരി ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. കാലത്തിൻ്റെ അടയാളങ്ങളെ തിരിച്ചറിയുക, ഡിസേൺ ദ സൈൻസ് ഓഫ് ദ ടൈം. കാലത്തിൻ്റെ അടയാളങ്ങളെ തിരിച്ചറിയാൻ നമുക്കൊക്കണം. ഒന്ന്, ഞാൻ പറഞ്ഞത് ജീവിതം സംതൃപ്തമായിരിക്കണം, ലീഡ് എ കണ്ടന്റ്മെന്റ് ലൈഫ്. 2, കാലത്തിൻ്റെ അടയാളങ്ങളെ തിരിച്ചറിയാൻ നോക്കണം, ഡിസേൺ ദ സൈൻസ് ഓഫ് ദ ടൈം. ചോദ്യം ഇവിടെ പറയുന്നത് ഇതാണ്, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. നടുവാനൊരു കാലം, പണിയാനൊരു കാലം, സൗഖ്യമാക്കാൻ ഒരു കാലം. പ്ലാന്റിങ്, ഹീലിംഗ് ആൻഡ് ബിൽഡിംഗ്. പറിച്ചു കളയാൻ ഒരു കാലം, കൊല്ലുവാനൊരു കാലം, ഇടിച്ചു കളയാൻ ഒരു കാലം, അല്ലേ?
പ്ലക്കിംഗ്, കില്ലിംഗ് ആൻഡ് ബ്രേക്കിംഗ്. ഇതെല്ലാം മനുഷ്യ ജീവിതത്തിൽ ഒരുമിച്ച് സംഭവിക്കുന്നു എന്നല്ല പറയുന്നത്. ഇതിനെല്ലാത്തിനും ഒരു കാലമുണ്ട്. 2-3 രീതിയിലാണ് പറയുന്നത്. ഒന്ന് 4 മുതൽ 5 വരെ വായിക്കുമ്പോൾ ഈ കരയാൻ ഒരു കാലം, ചിരിപ്പാൻ ഒരു കാലം, വിലപിക്കാൻ ഒരു കാലം, നൃത്തം ചെയ്യുവാൻ ഒരു കാലം, സമ്പാദിപ്പാൻ ഒരു കാലം, നഷ്ടപ്പെടാൻ ഒരു കാലം. നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ ചിലവഴിച്ച് കളയാൻ ഒരു കാലം, ആലിംഗനം ചെയ്യുവാനും ചെയ്യാതിരിപ്പാനും ഒക്കെ ഒരു കാലം എന്ന് പറയുന്നു. ഇതൊരു പ്രകൃതിയുടെ നിയമത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രകൃതിക്കൊരു നിയമമുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, കല്ല് അപ്പമായി. ഈ എല്ലാ സമയത്തും ഇങ്ങനെ യൗവനക്കാരനായിരിക്കുമെന്ന് ചിന്തിക്കുന്നു വേണ്ട. യൗവനക്കാരായിരിക്കുമെന്ന് കുറച്ച് കഴിയുമ്പോൾ എന്താവും? പ്രായമാകും. അതിനും ഒരുങ്ങണം അല്ലേ? അതിൻ്റെ അനുഭവം. ഇന്നത്തെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രായമായവരാണ് കൂടുതൽ. നിങ്ങൾ യുവജനങ്ങളെല്ലാം ഇവിടെ ഉള്ളപ്പോൾ പിന്നെ കേരളത്തിൽ പ്രായമായവരാണ്. നിങ്ങളുടെ ചിന്ത നിങ്ങളാരും പ്രായമാകത്തില്ലെന്നാണ് നമ്മുടെ ചിന്ത. നിങ്ങളുടെ അല്ല എൻ്റെ ചിന്ത. നമ്മളും പ്രായമാകും. ഒരുങ്ങേണ്ടത് ആവശ്യമല്ലേ അതിനു വേണ്ടി? ഈ മനോരമയിലെ കാഴ്ചപ്പാട് പേജിൽ മനോഹരമായൊരു എല്ലാ വെള്ളിയാഴ്ചകളിലുമാണെന്ന് തോന്നുന്നു, ഈ വിനോയ് തോമസ് എഴുതുന്നൊരു ചിത്രമുണ്ട്. വിനയപർവം എന്നൊരു പങ്ക്തി എഴുതാറുണ്ട്. വിനയപർവം. ഒരു ദിവസത്തെ പങ്ക്തിയിൽ അദ്ദേഹം പറയുന്ന ഒരു പിക്ചർ, അതിൻ്റെ ഒരു ടൈറ്റിൽ തന്നെ വൈകിട്ട് എന്താ പരിപാടി അല്ലേ? പണ്ട് മോഹൻലാൽ ഈ ഇതിലൊക്കെ ചോദിക്കായിരുന്നു, ഈ പരസ്യത്തിൽ ചോദിക്കായിരുന്നു വൈകിട്ട് എന്താ പരിപാടി എന്ന് പറയുന്ന പോലെ ഇദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ തന്നെ ഇതാണ്, വൈകിട്ട് എന്താ. ചിരിക്കുന്നു. വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ അറിയാം എന്താണെന്നുള്ളത്. ഇവിടെ പിള്ളേർക്കൊക്കെ അറിയാം വൈകിട്ട് എന്താ പരിപാടി അല്ലേ? ഈ വൈകിട്ട് എന്താ പരിപാടി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു അനുഭവമാണ് പറയുന്നത്. അദ്ദേഹം പറയുന്ന അനുഭവം ഈ ഒരു ജോഷി ചേട്ടനെ കുറിച്ചാണ്. ജോഷി ചേട്ടനും ബിനു ചേച്ചി വിനോയ് തോമസിൻ്റെ പരിചയക്കാരാണ്. അദ്ദേഹത്തെ വല്ലപ്പോഴും ഒക്കെ ആഹാരം കഴിക്കാൻ വിളിക്കുന്നവരാണ് ഈ ജോഷിയും ബിനുവും. ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചു. അപ്പം ഫോൺ ചെയ്ത് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, വൈകിട്ട് എന്താ പരിപാടി? ഒന്നുമില്ല. എന്നാൽ പോരെ നമുക്കിന്ന് ഒരുമിച്ച് ആഹാരം കഴിക്കാം. ഇതാണ് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം പറഞ്ഞു, സ്ഥിരം വല്ലപ്പോഴും പറയുന്നത് പോലെ ചോദിച്ചു, വൈകിട്ട് എന്താ പരിപാടി? അപ്പോൾ പറഞ്ഞു തിരിച്ച് ഒന്നുമില്ല, കഴിക്കാൻ വരാൻ പറഞ്ഞു. കഴിക്കാൻ ചെന്നപ്പോൾ രുചികരമായ ഭക്ഷണമൊക്കെ ഒരുക്കി കാത്തിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് തീരാറായപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ജോഷി അദ്ദേഹം പറഞ്ഞു, ട്രീറ്റ്മെൻറ്റിന് RCCയിൽ പോകാൻ തയ്യാറായിട്ട് ക്യാൻസറാണ്. പെട്ടെന്ന് ഇദ്ദേഹത്തിന് ഞെട്ടലുണ്ടായി. വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്, ക്യാൻസർ ആണ്, അസുഖമാണ്. അദ്ദേഹം എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അനുഭവമൊക്കെ പറയുന്നുണ്ട്. മക്കൾ പലരും പലയിടത്താണ്. അപ്പോൾ എന്നാൽ ജീവിതത്തെ ഈ വൈകിട്ട് ഇതിനെക്കുറിച്ച് വേണ്ടിയുള്ള കരുതിയിട്ടുള്ളതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ വിനോയ് തോമസിൽ എഴുതി വെക്കുന്ന ചിന്തയാണ്, വൈകിട്ടിനെ കുറിച്ചുള്ള കരുതലുണ്ടാകണം നമുക്ക്. അതും ജീവിതത്തിൻ്റെ ഭാഗമാണ്. ചില വൈകിട്ടുകൾ നമ്മളൊക്കെ ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകാം. ചിലപ്പോൾ അത് പ്രായത്തിൻ്റെ വൈകിട്ടായിരിക്കാം, ആയുസ്സിൻ്റെ തന്നെ വൈകിട്ട്. എന്നും ജീവിക്കുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എന്നും നമ്മളിവിടെ ജീവിച്ചിരിക്കുമെന്ന്? ജീവിതത്തിൻ്റെ അവസാനങ്ങളിലേക്കൊക്കെ എത്തേണ്ടവരുണ്ട്. വൈകിട്ടിനെ കുറിച്ച് പരിപാടികൾ ഉണ്ടാകണം. അത് എല്ലാത്തിനെക്കുറിച്ചും, ജീവിതത്തിൻ്റെ ഏത് അനുഭവങ്ങളെക്കുറിച്ചും ഒരു ചിന്ത നമുക്കുണ്ടാകണം, നമുക്കൊരു ഒരുക്കം ഉണ്ടാകണം. അതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഈ 11-ാമത്തെ ഈ അവസാന അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്, നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ ദൈവം വെച്ചിരിക്കുക. അതും ഓർക്കണം, അതിനും വേണ്ടി ഒരുങ്ങണം. കാലത്തിൻ്റെ പ്രത്യേകതകളാണ് ഇതൊക്കെ. ഇതിനെല്ലാം വേണ്ടി ഒരുങ്ങാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങളൊക്കെ നമ്മൾ വരുമ്പോൾ അതിനെ നേരിടാൻ ഒരു ധൈര്യം ഉണ്ടാവണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് ഒരുങ്ങാൻ നമുക്ക് ഇന്നേ സാധിക്കും. സഭാപ്രസംഗി അതിനാണ് നമ്മെ ബലപ്പെടുത്തുന്നത്. അതിനുവേണ്ടി ഒരുങ്ങണം. ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ അല്ലേ? ഞാൻ ഈ പലപ്പോഴും നാട്ടിൽ പലയിടത്തും പോകുമ്പോൾ പ്രായമുള്ള മാതാപിതാക്കളെയൊക്കെ കാണുമ്പോൾ ചിലർ വളരെ സംതൃപ്തിയോടെ പറയുന്നവരുണ്ട്. എന്നാൽ കുറേ ആളുകൾ വളരെ പ്രയാസപ്പെട്ട് പറയുന്നവരാണ് ജീവിതത്തെക്കുറിച്ച്. കാരണം ഒറ്റയ്ക്കാണല്ലോ. ഒറ്റപ്പെടലൊരു വലിയ പ്രശ്നമാണ്. എന്നാൽ ഞാൻ എപ്പോഴും അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളത് ഒരുങ്ങേണ്ടതാണ്. ഇപ്പോൾ കൂടെ 2 പേരുണ്ട്, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ 2 പേരുള്ളത് ഒറ്റയ്ക്കാകും. ഒറ്റയ്ക്കായൊക്കെ അത് പ്രകൃതിയുടെ നിയമമല്ലേ? അത് അങ്ങനെ പോയേ മതിയാകുകയുള്ളൂ. പ്രായമാകണം, മരിക്കണം, ഇതൊക്കെ പ്രകൃതിയുടെ നിയമം. അതിനെ ഒന്നും തടസ്സപ്പെടുത്താനൊക്കത്തില്ല. ഒരിക്കലും മരിക്കത്തില്ല എന്ന് പറഞ്ഞ് ജീവിക്കാൻ സാധിക്കുന്നതല്ല. ഇതിനെല്ലാം വേണ്ടി ഒരുങ്ങേണ്ടത് അത്യാവശ്യമാണ്. ഒറ്റപ്പെടൽ എന്ന് പറയുന്നതൊരു വലിയ പ്രശ്നമാണ്. ഈ അടുത്ത സമയത്ത് എൻ്റെ ഈ ശ്രേയസിലൊരു അമ്മച്ചി, എൻ്റെ നേഴ്സ്, അവിടുത്തെ നേഴ്സ് എന്നോട് പറഞ്ഞതാണ്, എല്ലാ ദിവസവും കുളിപ്പിച്ച് കഴിയുമ്പോൾ ഒരു ഉമ്മ കൊടുക്കും ഈ അമ്മച്ചിക്ക്. അപ്പോൾ നേഴ്സ് വളരെ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, ഒരു ദിവസം തിരക്കിന് വളരെ അവിടെ അമ്മച്ചിയെ കുളിപ്പിച്ച് അവിടെ നിർത്തിയിട്ട് പോയി. അമ്മച്ചി തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, മോളെ വാടി, നീ മറന്നുപോയി എന്ന് പറഞ്ഞു. എന്താ? എനിക്കൊരു ഉമ്മ തരാൻ. ഒറ്റപ്പെടല, പക്ഷെ അതിനും വേണ്ടി ഒരുങ്ങണം. നമ്മളും ഒക്കെ ഒരുങ്ങേണ്ടതാണ്. കാലത്തിന് ഇത് വലിയ കാലത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണത്. നേടാനും നഷ്ടപ്പെടാനും കൂട്ടിവെച്ചതൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാനും ഒക്കെ ഒരു സാധ്യതകളുണ്ട്.
എന്നും ഇങ്ങനെ ഇരിക്കുമെന്നൊന്നും നമ്മൾ ആരും വിചാരിക്കേണ്ട. എന്നും ഇതേപോലെ സന്തോഷമായിരിക്കുമെന്നോ സമൃദ്ധമായിരിക്കുമെന്നോ ആരും വിചാരിക്കേണ്ട. സഭാപ്രസംഗി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതെല്ലാത്തിനും ഒരു കാലമുണ്ട്. അതൊന്നും തെറ്റെന്നോ ഒന്ന് നല്ലതല്ലെന്നോ ഒന്ന് നല്ലതാണെന്നോ ഒന്നുമില്ല. അതുകൊണ്ട് ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. രണ്ട്, ഞാൻ പറഞ്ഞത് ഈ മനുഷ്യൻ്റെ എല്ലാത്തിനും ഒരു കാലമുണ്ട്. കാലത്തിൻ്റെ പ്രത്യേകതകളെ തിരിച്ചറിയണം. മൂന്ന്, ഒരു കാര്യം കൂടെ പറഞ്ഞ് സമയം തീരുന്നല്ലോ, നിർത്തട്ടെ. ജീവിതത്തിൻ്റെ ക്രമഭംഗങ്ങളെ, വ്യത്യസ്തതകളെ ആഘോഷിക്കാൻ നോക്കണം. സെലിബ്രേറ്റ് ദ സീക്രട്ട് മെസ്സിനെസ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ ക്രമഭംഗങ്ങളെ, പ്രതിസന്ധികളെ ആഘോഷിക്കാൻ നോക്കണം. ജീവിതം ഒരാഘോഷം കൂടിയാണ്. ഈ കുറച്ച് നാൾ മുമ്പ് 90s ഇറങ്ങിയ ഒരു സിനിമയാണ്, ഒരു ഇറ്റാലിയൻ സിനിമയാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഒരു കോമഡിയാണ്, പക്ഷേ നമ്മൾ കണ്ടാൽ കണ്ണ് നിറയുന്ന ഒരു സിനിമ. ഈ ഹോളോകോസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വന്നൊരു കഥയാണ്. ഒരു കുഞ്ഞിനെ, ഒരു മകനെ ഒക്കെ സന്തോഷിപ്പിക്കുന്ന പിതാവിനെ കുറിച്ചാണ്. മരണത്തിൻ്റെ മുമ്പിലും ആഘോഷത്തോടെ പോകുന്ന ഒരു മനുഷ്യനെയാണ്. ഞാനത് കണ്ടപ്പോൾ കോമഡി ആണെങ്കിലും അത് നമ്മളെ കരയിപ്പിക്കുന്ന ഒരു കോമഡിയാണ് പടം. പക്ഷേ അതിന് ഒത്തിരി ക്രിറ്റിസിസം ഒക്കെ വന്നതാണ്. ഇങ്ങനെ ഒരു ചരിത്രത്തിലെ ഒരു വലിയ ഒരു ട്രാജഡിയെ ഇങ്ങനെ കോമഡി ആക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു ചോദ്യം വന്നതാണ്. പക്ഷേ എനിക്ക് തോന്നിയത് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ ആഘോഷിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ്. ജീവിതം ഇത് പ്രതിസന്ധി നിറഞ്ഞതാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും മുന്നോട്ട് പോകണമെന്നൊന്നുമില്ല. എന്നാൽ അവിടെയും ജീവിതത്തെ സന്തോഷത്തോടെ നേരിടാൻ നമുക്കൊക്കണം. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഒക്കെ സന്തോഷത്തോടെ നേരിടാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തോട് ചേർന്ന് അതിനെ നേരിടണം. ഈ അനുഭവങ്ങളൊക്കെ ഇവിടെ സഭാപ്രസംഗി പറയുന്നത്, ഈ പല അനുഭവങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം സഭാപ്രസംഗി ഇതിലൂടെയൊക്കെ ഞാനും കടന്നു പോകുന്നയാളാണെന്നാണ് സഭാപ്രസംഗി പറയുന്നത്. ഞാനും 3-ാം അധ്യായമൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്നു, ഞാനും ഇതേ അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. We are going through a world full of ഇൻകൺസിസ്റ്റൻസീസ്, എല്ലാം അല്ലേ, കോൺട്രഡിക്ഷൻസ്. ഇതാണ് ഈ കോൺട്രഡിക്ഷൻസ് ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യമാണല്ലോ, എന്തുകൊണ്ടാണ് ഒരേ ആൾ തന്നെ ഇത് രണ്ടും പറയുന്നത്? അതാണ് ജീവിതം. സന്തോഷമുണ്ട്, വേദനയുണ്ട്, അത് ജീവിതമാണ്. ആ ജീവിതത്തെ, പ്രശ്നങ്ങളെ നേരിടേണ്ട അത്യാവശ്യമാണ്. ഉയർപ്പ് ഈ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ നേരിടാനുള്ള ഏറ്റവും വലിയൊരു മാതൃകയാണ് ഉയർപ്പ്. ഉയർത്തെഴുന്നേറ്റ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ ഉയർപ്പിന് മുമ്പ്, ക്രൂശീകരണത്തിന് മുമ്പ് ശിഷ്യന്മാരെ സംബന്ധിച്ച് സന്തോഷമായിരുന്നു. രോഗം വന്നാൽ സൗഖ്യമാക്കാൻ ക്രിസ്തു കൂടെയുണ്ട്, വിശന്നാൽ ആഹാരം കൊടുക്കാൻ ക്രിസ്തു കൂടെയുണ്ട്. ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ചിന്ത, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു കൊണ്ട് എല്ലാ പ്രശ്നവും മാറുമെന്നാണ്. എന്നാൽ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് ശിഷ്യന്മാർക്ക് പ്രതിസന്ധികൾ കൂടിയത്. സഭാചരിത്രം പറയുന്നത്, പത്രോസ് തലകീഴായി തൂക്കപ്പെട്ടു. തോമസ് അപ്പോസ്തലൻ അങ്ങ് ഇന്ത്യ വരെ വന്നിട്ട് മൈലാപ്പൂരിൽ വന്ന് കുത്തുകൊണ്ട് കൊല്ലപ്പെട്ടു. ബർത്തിലോമിയു ദേഹം മുഴുവൻ ഇങ്ങനെ ഈ സ്കിൻ വലിച്ചു കീറി കൊല്ലപ്പെടേണ്ട വന്നു. ഉയർപ്പിന് ശേഷമാണ് ഇവരുടെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്, അല്ലേ? എന്നാൽ ഉയർപ്പ് ഒരു പ്രശ്നത്തെയും മാറ്റിയിട്ടില്ല. പ്രശ്നങ്ങൾ അതേപോലെ അവിടെയുണ്ട്. പിന്നെ എന്താ ഉയർപ്പ്? The resurrection will not change your surroundings and circumstances, but the resurrection will change your perception and your life. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കാഴ്ചപ്പാടിനെയാണ് ഉയർപ്പ് മാറ്റുന്നത്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ വരുമ്പോൾ ഉയർപ്പിന്റെ കണ്ണിലൂടെ അതിനെ നോക്കിക്കാണാൻ നോക്കണം. If you look your surroundings through the lens of resurrection, then you will get a very different vantage point. ജീവിതത്തെക്കുറിച്ചൊരു വലിയ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ലഭിക്കും ഉയർപ്പിൻ്റെ കണ്ണിലൂടെ നോക്കിക്കണ്ടാൽ. ഉയർപ്പ് ഒരു ലെൻസാണ്, അതിലൂടെ നോക്കിക്കാണാൻ നോക്കണം. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെയൊക്കെ സന്തോഷത്തോടു കൂടി ശിഷ്യന്മാർ നേരിട്ടത്. എപ്പോഴും സന്തോഷത്തോടെ നേരിടാൻ നോക്കുമോ? അതൊന്നുമില്ല. അത് ഞാൻ ആദ്യമേ പറഞ്ഞു. ചിലപ്പോൾ നമ്മൾ ചോദ്യം ചെയ്തു പോകാം, ചിലപ്പോൾ കുറ്റപ്പെടുത്തി പോകാം. ഇതിനൊക്കെ സാധ്യതയുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഉയർപ്പിനെ കർത്താവിനോട് ചേർന്ന്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഉയർപ്പിനോട് ചേർന്ന് ജീവിതത്തെ നേരിടണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വ്യത്യസ്തമായ കാഴ്ചപ്പാട് ലഭിക്കും. ആ കാഴ്ചപ്പാടാണ് ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. പ്രശ്നങ്ങളൊന്നും മാറണമെന്നില്ല, അത് അതേപോലെ അവിടെ ഉണ്ടാകും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും എടുത്ത് മാറ്റുമെന്ന്? അത് അതേപോലെ അവിടെ ഉണ്ടാകും. മാറണമെന്ന് നിർബന്ധമൊന്നുമില്ല. മാറാതിരിക്കാം. പക്ഷേ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറും ഉയർപ്പിൻ്റെ കണ്ണിലൂടെ നോക്കിക്കണ്ടാൽ. അതാണ് നമുക്ക് ആവശ്യം. സഭാപ്രസംഗി പറയുന്ന അതാണ്. അതുകൊണ്ടാണ് ഈ അവസാനം വായിച്ചത്, നിന്റെ യൗവനകാലത്ത് നീ സ്രഷ്ടാവിനെ ഓർത്തുകൊള്ളുക,
ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് പറയുകയും ചെയ്യുന്ന കാലം സമീപിച്ചിരിക്കുന്നു. ഒരു കാര്യമില്ല, ഇഷ്ടമില്ലെങ്കിലും സ്വീകരിച്ചേ മതിയാകെയുള്ളൂ, ഒഴിവാക്കാൻ സാധിക്കുകയില്ല. പക്ഷേ അതുകൊണ്ടാണ് അവസാനം പറയുന്നത്, എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ഇഫ് യു ഫിയർ ഗാഡ്, ഇഫ് യു ലവ് ഗാഡ്, ദെൻ യുവർ പെർസെപ്ഷൻ വിൽ ചേഞ്ച്. നിൻ്റെ കാഴ്ചപ്പാടുകൾ മാറും. പ്രശ്നങ്ങൾ മാറുമെന്ന് ഞാൻ പറഞ്ഞില്ല, കാഴ്ചപ്പാടുകൾ മാറും, അതവിടെ ഉണ്ടാകും. പക്ഷേ അതിനെ നോക്കിക്കാണാൻ, വ്യത്യസ്തമായി നോക്കിക്കാണാൻ നമുക്ക് സാധിക്കും. 3 കാര്യങ്ങളാണ് നമ്മൾ പങ്കുവെച്ചത്. ഒന്ന്, ഞാൻ പറഞ്ഞു വെച്ചത്, ജീവിതത്തെ സംതൃപ്തിയോടെ നോക്കിക്കാണാൻ നോക്കണം. ശബത്തിൻ്റെ അനുഭവം ജീവിതത്തിൽ ഉണ്ടാകണം. സംതൃപ്തമായി ജീവിതത്തെ നോക്കിക്കാണാൻ, കുടുംബത്തെ നോക്കിക്കാണാൻ, പ്രശ്നങ്ങളെ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കണം. 2, കാലത്തിൻ്റെ ചുവരെഴുത്തുകളെ തിരിച്ചറിയണം. കാലം അതിൻ്റേതായ അനുഭവത്തിൽ മുന്നോട്ട് പോകും. നമുക്കതിൻ്റെ മുകളിൽ വലിയ റോളൊന്നുമില്ല കേട്ടോ. നമുക്ക് മാറ്റിമറിക്കാൻ ഒക്കുന്നൊന്നും അല്ല ഈ കാലം. സമയത്തെ നമുക്ക് മാറ്റിമറിക്കാൻ ഒക്കുമോ? നമ്മൾ ഈ ടൈം മാനേജ്മെൻ്റ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, ഇന്നത് ഉപയോഗിക്കാറില്ല അല്ലേ? സെൽഫ് മാനേജ്മെൻറ്റാണ് ഉപയോഗിക്കുന്നത്. സമയത്തെ മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ക്യാൻ യു മാനേജ് ദ ടൈം? നോ. 24 hours are 24 for everyone. എല്ലാവർക്കും 24 നമുക്കത് മാനേജ് ചെയ്യാനൊക്കത്തൊന്നുമില്ല. പക്ഷേ നമ്മെ മാറ്റിമാറി കാലത്തിൻ്റെ പ്രത്യേകതകളെ തിരിച്ചറിയണം. കരയാനൊരു കാലമുണ്ട്, ചിരിക്കാനൊരു കാലമുണ്ട്. ഒരു മനുഷ്യനും ലോകത്തിൽ ചിരിച്ചുകൊണ്ട് മാത്രം നിൽക്കുന്നവരല്ല, കരയാത്തവരായി ലോകത്തിൽ ആരും. നാളെ കരച്ചിലിനെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ചിരിക്കാനൊരു കാലമുണ്ട്, നടാനൊരു കാലമുണ്ട്, നട്ടത് പറിച്ചു കളയാനൊരു കാലമുണ്ട്. അതും ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് ഭാഗമാണ് എന്ന് തിരിച്ചറിയണം. 3 പറഞ്ഞത്, ഇതൊക്കെ ഉള്ളപ്പോൾ അതിനെയൊക്കെ ദൈവത്തോട് ചേർന്ന് ആഘോഷിക്കാൻ സാധിക്കണം. എളുപ്പമാണോ? അച്ഛനും പറഞ്ഞിട്ടങ്ങ് പോവാം, അത്ര എളുപ്പമൊന്നുമല്ല, നമുക്കുൾപ്പെടെ അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ ദൈവത്തോട് ചേർന്ന് അതിനെ ആഘോഷിക്കാൻ നമുക്ക് സാധിക്കണം. കണ്ണുകളെ ഉണക്കാം, കണ്ണുകളെ നമുക്ക് അടയ്ക്കാം, തലകളെ ഉണക്കാം. ദൈവത്തോട് ചേർന്ന് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ നോക്കിക്കണ്ടാൽ നമുക്ക് പുതിയൊരു കാഴ്ച ലഭിക്കും, പുതിയൊരു കാഴ്ചപ്പാട് ലഭിക്കും. സഭാപ്രസംഗി നമ്മളോട് പറയുന്നത് പുതിയൊരു കാഴ്ചപ്പാടിനെ കുറിച്ചാണ്, പുതിയ ജീവിതത്തെക്കുറിച്ചല്ല, പുതിയ കാഴ്ചപ്പാടിനെ കുറിച്ചാണ്. Look your surroundings through the lens of Easter. Then you will get a different perception about your life and your surroundings. ദൈവം നമ്മെ അതിനു വേണ്ടി ഒരുക്കുന്നു. വൈഷമ്യമുള്ളേതു കുന്നും ഞാൻ കരേറി നടക്കൊള്ളുവാൻ രക്ഷകനൻ കാലുകൾക്കു വേഗമായി തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിയിടും. തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോൽ ഓടിയിടും. നാളെയെ കൊണ്ടൻ മനസ്സിൽ ലവലേശം ഭാരമില്ല. ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു. തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. തൻ്റെ കൈ